എനിക്ക് ആ ഡീറ്റെയിലുകളൊക്കെ കിട്ടിക്കോട്ട്. അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞതിൻ്റെ ബാക്കി കഥകൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. പക്ഷെ നമ്മുടെ ചാനലിൽ എങ്ങനെ പറയുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇല്ലെങ്കിൽ എനിക്ക് വേറെ ചാനലുകളുണ്ടല്ലോ, ഞാൻ ഇന്റർവ്യൂ എടുക്കാൻ വരുമ്പോൾ അവർക്കെങ്കിലും ഈ തെളിവുകൾ കൊടുക്കാം. വരട്ടെ. അഹങ്കരിക്കുന്നത് ആപത്താണ് എന്നാണ് എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചത്. എന്നെ പോരന് വിളിക്കാനൊന്നും ഈ ജമ്മ ഈ പെങ്കൊച്ചിന് ഈ വധവൽ പെണ്ണിനായിട്ട് ആവില്ല. കാരണം അന്തസ്സായി ജീവിക്കുന്നവനാണ് ഞാൻ. ഉപ്പും പിടിയും ചോറേ ഉള്ളെങ്കിലും അന്തസ്സായി ജീവിക്കുന്ന, വാടക വീട്ടിൽ ജീവിക്കുന്ന ആളാണ് ഞാൻ. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ ഗൾഫിൽ സ്ഥിരമായി പോയി എന്താ ബാർ ഡാൻസ്, തേങ്ങ ഡാൻസ് എന്നൊക്കെ പറഞ്ഞ് വഴിവിട്ട് പൈസ ഉണ്ടാക്കിയിട്ട് അഭിമാനത്തോടെ എന്നെ വെല്ലുവിളിക്കുകയാണ്. കാണിടാ വിഷ്വൽ എന്ന്. ഞാൻ ഇതിന്റെ വിഷ്വൽ അല്ല പറഞ്ഞത്. ഞാൻ കണ്ട വിഷ്വൽ ഇതിന്റെ അല്ല. ഒരു അവതാരകയാണ്. ആഴ്ച പിമ്പിരിയായപ്പോൾ എല്ലാം ഊരി പറിച്ചെറിഞ്ഞു. കൂടെ ഇരിക്കുന്നവരെല്ലാം കൂടെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു. ഒരുത്തൻ ഒളിച്ചിരുന്ന് ഇത് മുഴുവൻ ഷൂട്ട് ചെയ്തു. ആ വീഡിയോ ആണ് ഞാൻ കണ്ടത്. ഞാൻ അതിനെക്കുറിച്ചാണ് പറഞ്ഞത്. പക്ഷെ അതിനെ ഇവള് ഏറ്റെടുത്തു. കാരണം ഇവളും ബാറിലൊക്കെ ചെന്ന് തലകുത്തി മറിയല്ലേ. അത് വല്ലതും ഉണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. നേരെ ചൊവ്വയ്ക്ക് ഇരിക്കുന്ന വല്ലതൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഈ വധവിലിനെയൊക്കെ മറുപടി പറയേണ്ടി വരുന്നതാണ്. ഒരു പുണ്യാളം വന്നേക്കും. താനെങ്ങനെ ജീവിക്കണമെന്ന് എല്ലാവർക്കും അറിയാം. മറ്റത് വല്ലതും കാണാൻ കൊള്ളാതെ വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ സ്വന്തം വീട്ടിൽ ചെന്നങ്ങനെ നോക്കും. വീട്ടിലുള്ള ആൾക്കാരെ കുറിച്ച് അങ്ങനെ പറഞ്ഞാൽ. കാരണം രേണുസുധിയുടെ ഇപ്പോഴത്തെ ചില പെരുമാറ്റങ്ങൾ അതെനിക്ക് യോജിപ്പില്ല. ആർക്കും അത് ഇഷ്ടപ്പെടുന്നില്ല. ഇപ്പോൾ കിടന്ന് ജാടയും വലിയ രീതിയിലുള്ള ഒരു അഹങ്കാരമൊക്കെ ഉണ്ട്. അത് ഒഴിച്ചെടുത്ത് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ വീട്ടിലുള്ള ഭാര്യയും മരുമകളൊക്കെ ഉണ്ട്. മോനോ കല്യാണം കഴിച്ചോണമെന്ന് അറിയില്ല. ഭാര്യയൊക്കെ താനിങ്ങനെയൊക്കെ വേണ്ട അതിന് വർത്താനം പറയും. അന്തസ്സായിട്ട് ജീവിക്കണം. എന്തന്തസ്? മറ്റുള്ളവർ കുറ്റം പറഞ്ഞിട്ടല്ലേ ജീവിക്കണേ. ഇല്ലാത്ത വചനം ഉണ്ടാക്കി എന്നാണ് പറഞ്ഞത്. പിന്നെ ഇന്നാളെങ്ങാണ്ട് ഭാഗ്യലക്ഷ്മി ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കേസ് കൊടുത്തു കഴിഞ്ഞപ്പോൾ താൻ വന്നിരുന്ന് എന്നാ അയ്യോ ഞാൻ മാപ്പായിപ്പോയി, അയ്യോ എനിക്ക് പറ്റിപ്പോയി എന്ന് പറഞ്ഞ് താൻ എന്നല്ലേ കരഞ്ഞത്. കിടന്ന് വാ തുറന്നു കഴിഞ്ഞാൽ ഇല്ലാത്തത് തന്നെ പറയും. ഒന്ന് തള്ളുകയും ചെയ്യും. ഇയാളുടെ വിചാരം എന്ന് പറഞ്ഞാൽ ഇയാൾ മാത്രമാണ് ഒരു ശരി എന്നുള്ളത്. ജെയിംസ് കാമറൂണാണെന്ന് വിചാരം. ഒരു മറ്റതുമല്ല. ഇനിയെങ്കിലൊക്കെ നാവടക്കി സാധനം കണ്ടന്റ് ചെയ്യണില്ല എന്നൊന്നും പറയാനില്ല. എല്ലാവർക്കും ഇഷ്ടമാണ്. യൂട്യൂബൊക്കെ ആണെങ്കിൽ ചെറുതായിട്ട് വരുമാനം ഉണ്ടാക്കുന്ന മാർഗം തന്നെയാണ്. പക്ഷെ എന്ന് വെച്ചാൽ ഇല്ലാവചനം കോരി ഉണ്ടാക്കി പറഞ്ഞു. ഇപ്പോൾ ഈ വർത്താനം കേട്ടില്ല. അത് എനിക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് കൊള്ളാമല്ലോ. വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ, കാണാൻ കൊള്ളുന്ന വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ ശരി. അവർ രേണുസുധി കാണിക്കുന്നതിനോടൊക്കെ വളരെ വിമർശനാധികമാണ്. പക്ഷെ എന്ന് വെച്ചാൽ അവരൊരു വിധവയാണ്. അവരിങ്ങനെ ആയ ചില സാഹചര്യം ഉണ്ടായി മാറിയതാണ്. അവർ വേറൊരു കുഴപ്പമില്ല. ഇച്ചിരി അഹങ്കാരം കൊള്ളാമെന്നുള്ളൂ. പ്രത്യേകിച്ച് വേറെ കുഴപ്പമൊന്നുമില്ല. ഇതാനായിട്ട് കൂടുതൽ കിടന്ന് ഡീറ്റെയിൽസ് ഉണ്ടാക്കാതിരുന്നാൽ മതി.